ആദ്യം നരേനെ കുറിച്ച് എന്തായാലും സംസാരിക്കാം. ഇങ്ങനൊരു സാമൂഹിക പ്രസക്തിയുള്ള സിനിമ സബ്ജക്ട് ഏറ്റെടുത്ത് സംവിധാനം ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്ന അനുരാജ് മനോഹർ. അതുപോലെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു കമേഴ്ഷ്യൽ സിനിമ എന്നതിലുപരി ആ സിനിമ പ്രേക്ഷകരോട് സംസാരിക്കണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ താൻ ചെയ്യുന്ന സിനിമ ജനങ്ങളോട് വിളിച്ച് പറയണം എന്ന പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ മുന്നോട്ട് വന്ന ടിപ്പു ആൻഡ് ഷിയാസ് ആൻഡ് ടോബി. AR പോലെ ഹ്യൂജ് കമേഴ്ഷ്യൽ സക്സസിന് ശേഷം ഇങ്ങനെ ഒരു സോഷ്യൽ ഇഷ്യൂ ഡീൽ ചെയ്യുന്ന സിനിമയ്ക്ക് കൈകൊടുത്ത് മുന്നോട്ട് വന്ന് ഇതൊരു ബിഗ് സ്കെയിൽ സിനിമ അല്ലെങ്കിൽ പോലും ഇത് പറയുന്ന ഒരു സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി മുന്നോട്ട് വന്ന് ഈ സിനിമയ്ക്ക് കൈ കൊടുത്ത് ഇങ്ങനൊരു സിനിമ ചെയ്തത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ സിനിമ കണ്ടതാണ്. ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് യുവർ ഫൈനസ്റ്റ് പെർഫോമൻസസ്. ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആസ് എൻ ആക്ടർ 25 വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷേ ടോബി ഓരോ കഥാപാത്രത്തിലേക്കും കൊണ്ടുവരുന്ന ഒരു പാഷൻ ഉണ്ട്, ഒരു ഗ്രിപ്പുണ്ട്. ശരിക്കും അത് ടോബിയുടെ പെർഫോമൻസിൽ കാണാൻ പറ്റും, ടോബി സ്ക്രീനിൽ വരുമ്പോൾ കാണാൻ പറ്റും. അത് തന്നെ ഡു ദാറ്റ് ഹാവ് ദ പാഷൻ ആൻഡ് ഹാർഡ് വർക്ക് ചെയ്യാൻ നമുക്കൊരു മനസ്സും കൂടെ ഉണ്ടെങ്കിൽ ഹാർഡ് ജോബ്സാണ്. ആൻഡ് അത് മരുവായിട്ട് കണ്ടപ്പോൾ ഓരോ സീനിലും ഓരോ ഷോട്ടിലും എനിക്ക് തോന്നിയ കാര്യമാണ്. അതുകൂടാതെ ജെയ്ക്സ് വെരി ഡിയർ ടു മീ. ജെയ്ക്സ് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ജെയ്ക്സ് ഇറക്കി വിളിക്കുമായിരുന്നു. ജെയ്ക്സ് ഒരു പാട്ട് ഞാൻ കേട്ടല്ലോ, അതെനിക്ക് മാക്സിമം കേൾക്കാനാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. സോങ്ങാണ് തമിഴ് സോങ് റിമെമ്പർ, ബട്ട് കമ്മ്യൂണിക്കേറ്റ് ലോട്ട് ജെയ്ക്സ് സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ. ആൻഡ് അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റ് ആർട്ടിസ്റ്റ് സുരാജ്, ആര്യ, ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെ പേരുകൾ ഞാൻ അടുത്ത് പറയുന്നില്ല. കൺഗ്രാറ്റുലേഷൻസ് ടു എവരിബഡി. ആൻഡ് ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ടീമിനും എൻ്റെ ആശംസകളും ഭാവുകളും ഞാൻ കൊടുക്കുന്നു. താങ്ക് യു. ആൻഡ് ധീരം എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിലാണ്. 25 സിനിമകളോളം ഉണ്ടായി.